إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനിരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ദുൽഹജ്ജ് മാസത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതകളും അതിൻ്റെ ആദ്യ 10 ദിനരാത്രികളിൽ നാം നിർവഹിക്കേണ്ട സവിശേഷമായ കർമ്മങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കിയത്. ഹജ്ജും ഉളുഹിയത്തും അറഫ നോമ്പും തക്ബീർ, തഹ്ലീൽ, തഹ്മീദ് അഥവാ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നീ ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്ന നിലക്കുള്ള ഈ 4 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും വന്ന പരാമർശങ്ങളാണ് കഴിഞ്ഞ ഖുത്ബകളിൽ നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ ദിവസം നമ്മുടെ നാട്ടിൽ നിന്നടക്കം ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി വിശുദ്ധ താഴ്വരയിൽ എത്തിയിട്ടുള്ള ഹാജിമാർ പവിത്രമായ ആ ഒരു ആരാധനാ കർമ്മങ്ങളിൽ വ്യാപൃതരായി കൊണ്ടിരിക്കുന്ന, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയ സന്ദർഭമാണ്. ഹജ്ജിൻ്റെ മാസങ്ങളാണെങ്കിലും ഹജ്ജിൻ്റെ കർമ്മങ്ങളാണെങ്കിലും മശ്അറുൽ ഹറാമും മസ്ജിദുൽ ഹറാമും സഫയും മർവയും മിനയും അറഫയും മുസ്ദലിഫയും അടങ്ങുന്ന ചരിത്ര പ്രാധാന്യമുള്ള ആ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്കിടയിൽ ലോക മുസ്ലിമീങ്ങളുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്ന ഒരു ചരിത്ര പുരുഷൻ, അത് ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വന്ന വളരെ ശ്രദ്ധേയമായ ഒരു പരാമർശം സൂറത്തുൽ ബഖറയിലെ 124-ാം സൂക്തത്തിൽ കാണാം. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിം നബിയെ അഭിസംബോധന ചെയ്ത് അല്ലാഹു തആല നടത്തിയ പ്രഖ്യാപനം, അല്ലയോ ഇബ്രാഹിം, താങ്കളെ നാം ലോകത്തിൻ്റെ ലോക ജനതയുടെ നായകനായി തെരഞ്ഞെടുക്കുകയാണ് എന്നാണ്. ആ പ്രവാചകന്റെ ജീവിതം അതുല്യമായിരുന്നു. സംഭവ ബഹുലമായ
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയ പ്രാർത്ഥനകൾ പോലും സവിശേഷമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം നടത്തിയിരുന്ന പ്രാർത്ഥനകളിൽ വളരെ ശ്രദ്ധേയമായ 5 പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളിലേക്ക് നിങ്ങളുടെ ചിന്തകളെയും ശ്രദ്ധയെയും കൊണ്ടുവരാനാണ് ഇന്നത്തെ ഖുത്ബയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥന സമ്പൂർണമായ നിർഭയത്വത്തിന് വേണ്ടിയായിരുന്നു. അസ്വസ്ഥതകളില്ലാത്ത സമാധാനപൂർണമായ ഒരു ജീവിത പരിസരം ലഭ്യമാകുന്നതിനു വേണ്ടി അദ്ദേഹം നടത്തിയ പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിന്റെ 35-ാം സൂക്തത്തിൽ കാണാം. വൈദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് നടത്തിയ പ്രാർത്ഥന, ആ സന്ദർഭം ശ്രദ്ധേയമാണ്. അദ്ദേഹം അല്ലാഹുവിനോട് പറഞ്ഞത് റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, എൻ്റെ കുടുംബം അധിവസിക്കുന്ന ഈ മക്ക എന്ന നാടിനെ നിർഭയത്വമുള്ള സമാധാനപൂരിതമായ ഒരു മണ്ണായി നീ നിലനിർത്തേണമേ. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹാരാധന നടത്തുന്ന ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന അവസ്ഥയിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യണമേ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. 2 കാര്യങ്ങളാണ് പ്രാർത്ഥിച്ചത്. മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സമ്പൂർണമായ നിർഭയത്വം ലഭ്യമാകുന്നതിനുള്ള പ്രാർത്ഥനയാണ്. ഒന്ന്, ശിർക്കിൽ നിന്നുള്ള മോചനം. ആ ശിർക്കിൽ നിന്ന് ശുദ്ധമായ തൗഹീദിന്റെ വാഹകനാകുമ്പോൾ ജീവിക്കുന്ന ഇഹലോകത്തും വരാനിരിക്കുന്ന പരലോകത്തും പൂർണ്ണമായ സമാധാനമുണ്ടാകും. അതോടൊപ്പം ജീവിക്കുന്ന ദുനിയാവിൽ, പ്രത്യേകിച്ച് തൻ്റെ നാട്ടിൽ, താൻ ജീവിക്കുന്ന മണ്ണിൽ, തൻ്റെ കുടുംബം അധിവസിക്കുന്ന നാട്ടിൽ അവിടെ നിർഭയത്വവും സമാധാനവും നിലനിൽക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രാർത്ഥനയിൽ പോലും ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഒരു പ്രാർത്ഥന സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല, കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ജീവിക്കുന്ന നാടിന് കൂടി വേണ്ടിയായിരിക്കണം എന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ താൻ ജീവിക്കുന്ന നാട്ടിൽ സമ്പത്തും അതേപോലെ സമൃദ്ധിയും ഉണ്ടാവാൻ, വിഭവ സമൃദ്ധി ഉണ്ടാകുവാൻ അദ്ദേഹം പ്രാർത്ഥിച്ചതായി സൂറത്തുൽ ബഖറയിൽ കാണാം. വൈദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. അല്ലാഹുവേ, മക്ക എന്ന മണ്ണ് നിർഭയത്വമുള്ള മണ്ണായി, രാജ്യമായി അതിനെ നീ നിലനിർത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് അദ്ദേഹം പറഞ്ഞത് വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് നീ ഭക്ഷണം നൽകണമേ, ഫലവർഗങ്ങൾ ആഹാരമായി നൽകണമേ. അത് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ വന്ന പരാമർശം മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. മക്കയിൽ ജീവിക്കുന്ന അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് നീ വിഭവ സമൃദ്ധമായ റിസ്ഖ് നൽകണമേ എന്നായിരുന്നു. എന്നാൽ ആ പ്രാർത്ഥനയിലെ ശൈലിയെ അല്ലാഹു വിശാലമാക്കുകയാണ്. വമൻ കഫറ ഫഉമത്തിഉഹു ഖലീല. ഇബ്രാഹിം, നീ പ്രാർത്ഥിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമ്പോൾ വിശ്വാസികളല്ലാത്ത ആളുകൾക്കും ഞാൻ ഈ വിഭവ സമൃദ്ധി ഭക്ഷണങ്ങൾ നൽകുന്നതാണ് എന്ന് അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 126-ാം ആയത്തിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന തൻ്റെ നാട്ടിൽ പട്ടിണിയില്ലാതെ, ദാരിദ്ര്യമില്ലാതെ, ക്ഷാമമില്ലാതെ, ഭക്ഷണത്തിന്റെ ഇല്ലായ്മയും വെല്ലായ്മയും ഇല്ലാതെ ആളുകൾക്ക് ഭക്ഷണം കഴിച്ച് വിഭവ സമൃദ്ധിയോട് കൂടി ജീവിക്കുവാനുള്ള അവസ്ഥാവിശേഷം ഉണ്ടാകുന്നതിനു വേണ്ടി അദ്ദേഹം നടത്തിയ പ്രാർത്ഥന ഏറെ ശ്രദ്ധേയമാണ്. മൂന്നാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നാം കാണുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒട്ടനവധി പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ത്യാഗങ്ങളുടെ
ഒന്നൊന്നായുള്ള ഏടുകളാണ് അദ്ദേഹത്തിന്റെ ചരിത്രമെന്ന് നമുക്കറിയാം. എന്നാൽ ജീവിതത്തിന്റെ ഓരോ പരിസരങ്ങളിലും അള്ളാഹുവിനോട് താൻ നടത്തുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾക്ക് റബ്ബ് ജവാബ് നൽകിയപ്പോൾ, അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമ്പോൾ അതിന് പോലും ഞാൻ എൻ്റെ റബ്ബിനോട് കടപ്പെട്ടവരാണെന്ന് പ്രാർത്ഥിക്കുന്ന നിലപാടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വീകരിച്ചിരുന്നത്. അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. എൻ്റെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ, വാർദ്ധക്യത്തിൽ ഇസ്മാഈലിനെ നൽകി, ഇസ്ഹാഖിനെ നൽകി, എനിക്ക് സന്താന സൗഭാഗ്യം നൽകി എന്നെ അനുഗ്രഹിച്ച അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ന റബ്ബി ലസ്മീഉ ദുആ. എൻ്റെ റബ്ബ്, ആ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിച്ചാൽ അല്ലാഹു ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. എൻ്റെ ജീവിതത്തിൽ ഒരു ഖൈർ നിശ്ചയിക്കുന്ന സമയത്ത് അല്ലാഹു ആ പ്രാർത്ഥനകൾക്ക് ജവാബ് നൽകുമെന്ന ആ ഒരു നന്ദിയുള്ള ഒരു നിലപാട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വീകരിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. നാലാമതായി ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ നാം കാണുന്ന ഒരു ശൈലി, തൻ്റെ കുടുംബം ആദർശബോധമുള്ളവരാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. സാധാരണ നമ്മൾ കാണാറുണ്ട്, പൊതുപ്രവർത്തനം നടത്തുന്നവർ, മതരംഗത്താവട്ടെ രാഷ്ട്രീയ രംഗത്താവട്ടെ ഇനി മറ്റേതെങ്കിലും രൂപത്തിലുള്ള ലൈഫ് കോച്ചായി അറിയപ്പെടുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആവട്ടെ, പലപ്പോഴും നാട്ടുകാരെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ ഭാര്യയെ നന്നാക്കാൻ, കുടുംബത്തെ നന്നാക്കാൻ, വീട്ടുകാരെ നന്നാക്കാൻ, കൂടപ്പിറപ്പുകളെ നന്മയുള്ളവരാക്കാൻ പലപ്പോഴും സമയം കിട്ടാത്തവരായി നാട് നന്നാക്കുമ്പോൾ വീട്ടുകാരെ മറക്കുന്ന കാഴ്ചകൾ കാണാറുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി. അല്ലാഹുവേ, നമസ്കാരം കൃത്യതയോടെ, നിത്യതയോടെ, ശുഷ്കാന്തിയോടെ അത് നിർവഹിക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ. വമിൻ ദുർരിയതി, എൻ്റെ മക്കളിലും എൻ്റെ സന്തതികളിലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിഷ്ഠയുള്ളവരുണ്ടാകണമേ എന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. റബ്ബന വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, എൻ്റെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ വാചകങ്ങൾ സൂറത്ത് ഇബ്രാഹിമിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ കുടുംബം ഈ നന്മയിൽ തന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും നിരന്തരമായി പ്രാർത്ഥിക്കുകയും അവരെ നന്മയിൽ വഴി നടത്താനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് കാണുമ്പോൾ, രക്ഷിതാക്കളായ കുടുംബനാഥന്മാരായ നമുക്കെന്തായാലുമുള്ള ഒരു പ്രൊഫൈല്, ഉമ്മ, അതല്ലെങ്കിൽ ഉപ്പ, വല്യപ്പ, വല്യമ്മ, കാരണവർ, കുടുംബനാഥൻ എന്ന നിലക്കുള്ള നമ്മുടെ ആ ഒരു പ്രൊഫൈല്, ആ പ്രൊഫൈലിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ ഇസ്ലാമിക ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ബോധ്യപ്പെടുത്തുന്നു. അഞ്ചാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയിരുന്ന പ്രാർത്ഥന, മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണമേ എന്ന ഒരു പ്രാർത്ഥന. ആളുകളോട് നസീഹത്തുള്ള, ആളുകളോട് ഗുണകാംക്ഷയുള്ള, ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം പൊതിയപ്പെട്ട് നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹവും താല്പര്യവും പ്രാർത്ഥനയും അദ്ദേഹം നിലനിർത്തിയിരുന്നു എന്ന് കാണാം. സൂറത്ത് ഇബ്രാഹിമിന്റെ 41-ാം സൂക്തത്തിലെ ഒരു വാചകം, റബ്ബന ഗഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അല്ലാഹുവേ, അന്ന് എനിക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും പാപമോചനം നൽകണമേ, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും നീ പാപമോചനം നൽകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചത് കാണാം. അല്ലാഹു എനിക്ക് പുറത്തു തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂടപ്പിറപ്പുകളെ ഓർക്കുന്ന, നാട്ടുകാരെ ഓർക്കുന്ന, അവർക്കും റബ്ബിന്റെ മഗ്ഫിറത്തും മർഹമത്തും ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി കൊതിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എന്നിരുന്നാലും ആ ആയത്തുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് മുഴുവൻ മുഫസ്സിറുകളും ഈ ആയത്ത് രേഖപ്പെടുത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സത്യവിശ്വാസി, ഒരു മുസ്ലിം ആർക്കൊക്കെ വേണ്ടിയാണ് മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിന്റെ വാഹകനാക്കും വിധമുള്ള മഗ്ഫിറത്താണ്. ഇങ്ങനെ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക? ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാമോ? ഇല്ല, മുസ്ലിമിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാവൂ.
മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെട്ടവരാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ പുതിയ കാലത്ത് ഞാനൊരു അത്തീസ്റ്റാണ്, യുക്തിവാദിയാണ്, ഇസ്ലാമുമായി എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം അനാട്ടമി പഠനത്തിന് വേണ്ടി ഏതെങ്കിലും മെഡിക്കൽ സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കണം, ഇസ്ലാമിക ആചാരപ്രകാരം എൻ്റെ ശരീരം ഖബറടക്കരുത് എന്ന് വലിയ വായിൽ പറയുന്ന പല ആളുകളും ആ ആളുകളെ ആരും മുസ്ലിമായി കാണാറില്ല. ഞാൻ മുസ്ലിമാണെന്ന് പറയുന്ന, 5 നേരം നമസ്കരിക്കുന്ന, കഅബാലയത്തെ ഖിബ്ലയായി സ്വീകരിക്കുന്ന ഒരു മുസ്ലിം അറുത്തത് കഴിക്കാൻ സന്നദ്ധനാകുന്ന ആളുകൾ, അവരെയാണ് നമ്മൾ മുസ്ലിമീങ്ങളായി പരിഗണിക്കാറുള്ളത്. ആ നിലക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്ന ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ. ഞാൻ മുസ്ലിം അല്ലെന്ന് പറയുന്ന, കാഫിറാണെന്നോ മുശ്രിക്കാണെന്നോ മറ്റെന്തെങ്കിലും പേരുകൾ പറയുന്ന ആളുകൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവതല്ല. മാകാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ വലൗ കാനൂ ഉലി ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. തന്റെ അടുത്ത കുടുംബമാണെങ്കിലും അവർ നരകാവകാശികളാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല. എപ്പോഴാണ് ഒരാൾ നരകാവകാശിയാണെന്ന് തിരിയുക? 2 സാഹചര്യമാണ്. ഒന്ന്, കാഫിറായിട്ട് തന്നെയാണ് മരിക്കുന്നത് എന്ന് ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാവർക്കും നിരാക്ഷേപം മനസ്സിലാകുന്ന രൂപത്തിൽ മുസ്ലിം അല്ലെന്ന് പറഞ്ഞ് മരണപ്പെടുന്ന ആളുകൾ, അവരെ മുസ്ലിമീങ്ങളായി ആരും കണക്കാക്കില്ല. രണ്ടാമത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി മുസ്ലിമാണോ കാഫിറാണോ എന്ന് അറിഞ്ഞ ശേഷം പ്രവാചകൻ ആരുടെയെങ്കിലും കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരെയാണ് കാഫിറായും മുസ്ലിമായും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക. ഇന്ന് റസൂലുള്ള ഇല്ല, ഒരു വഹയില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു പുതിയ വിവരം നമ്മെ കാത്തിരിക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ മുസ്ലിം എന്ന പ്രൊഫൈലിൽ ജീവിക്കുന്നവർ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവിടെ സംഘടന നോക്കേണ്ടതില്ല. എന്നാൽ മുസ്ലിം അല്ലെന്ന് പറയുന്നവർ, അതെത്ര കുടുംബ ബന്ധമുള്ളവരാണെങ്കിലും, അതെത്ര നാട്ടിൽ സ്വീകാര്യതയുള്ള വ്യക്തിയാണെങ്കിലും, അവരെ നമ്മൾ മുസ്ലിമായി പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുസ്ലിം അല്ലെന്ന് പറയുന്ന ഒരാളെ നീ മുസ്ലിമാണ് എന്ന് പറയേണ്ട ഒരു ഗതികേട്, അങ്ങനെ ഇസ്ലാമിലേക്ക് ആളെ കുത്തി നിറയ്ക്കേണ്ട ഗതികേട് ഇസ്ലാമിക സമൂഹത്തിന് ഇല്ല എന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകം നമ്മൾ ഉൾക്കൊള്ളണം. ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകളിലെ നിറഞ്ഞു നിൽക്കുന്ന ആ ചിന്തകൾ നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കണം. ഉമ്മത്തിനെ കുറിച്ച് ചിന്തിക്കുക, കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുക, നാടിനെ കുറിച്ച് ചിന്തിക്കുക, സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ഗുണകാംക്ഷയുള്ള, മറ്റുള്ളവരുടെ നന്മയും ക്ഷേമവും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു നിലപാടാണ് തീർച്ചയായും നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതങ്ങളിൽ ഇത്തരം മൂല്യങ്ങൾ നിലനിർത്തി സമാധാനപൂർണമായ, ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാപ്തിയും സാഹചര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ചയാണ് ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ. ബലിപെരുന്നാൾ എന്ന ഒരു ആഘോഷം, ആ ഒരു ആഘോഷത്തിൻ്റെ അടയാളങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയാൽ, അങ്ങാടികളിലേക്ക്, നഗരങ്ങളിലേക്ക് ഇറങ്ങിയാൽ പെരുന്നാളായി, പെരുന്നാളിൻ്റെ ദിവസം അടുത്തിട്ടുണ്ട് എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആരാധനാ വശങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് പരമപ്രധാനമാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, പെരുന്നാൾ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അവ്വല മാ നബ്ദഉ ബിഹി ഫീ യൗമിനാ ഹാദാ അൻ നുസല്ലി. ഇന്നത്തെ ഈ പെരുന്നാൾ ദിവസം ഒന്നാമതായി പെരുന്നാളിൻ്റെ ഭാഗമായി നമുക്ക് നിർവഹിക്കാനുള്ളത് പെരുന്നാൾ നമസ്കാരമാണ് എന്നായിരുന്നു. ഈദ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്.
മഴയില്ലാത്ത അത്തരം തടസ്സങ്ങളില്ലാത്ത സന്ദർഭത്തിൽ ഈദ്ഗാഹുകളാണ് പ്രവാചകചര്യ. നിലവിലെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയനുസരിച്ച് ഒരു ഈദ്ഗാഹിനുള്ള ഒരുക്കം സാധ്യമല്ലാത്തത് കൊണ്ട് ഈ വർഷത്തെ ഈ ഒരു പെരുന്നാളിൻ്റെ നമസ്കാരം ഇൻഷാ അള്ളാഹ് പള്ളിയിൽ വെച്ച് തന്നെയാണ് നമ്മൾ നടത്തുന്നത്. കൃത്യം 7 മണിക്കായിരിക്കും നമ്മുടെ ഈദ് നമസ്കാരം. അപ്പോൾ ആ ഈദ് നമസ്കാരം ഈ ആഘോഷത്തിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനമാണ്. അതിലേക്ക് പള്ളിയിൽ വരാവുന്ന മുഴുവൻ ആളുകളും ആ ഒരു നമസ്കാരത്തിനായി, ഈദ് നമസ്കാരത്തിനായി എത്തിച്ചേരണം. പുരുഷന്മാർ, കുട്ടികൾ, അതേപോലെ പള്ളിയിലേക്ക് വരാവുന്ന അഥവാ ആർത്തവമില്ലാത്ത, സാധാരണഗതിയിൽ പള്ളിയിലേക്ക് വരുന്നതിന് തടസ്സമുള്ള പല കാരണങ്ങളിൽ ഒന്ന് ആർത്തവമാണ്. അതേപോലെയുള്ള തടസ്സങ്ങളില്ലാത്ത പള്ളിയിൽ വരാവുന്ന, ആരാധനകൾ ചെയ്യാവുന്ന സാഹചര്യമുള്ള ഉമ്മമാര്, സഹോദരന്മാര്, പെൺമക്കള് മുഴുവൻ ആളുകളും ഈ നമസ്കാരത്തിന് കടന്നു വരണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഈ ദിവസവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഇമാം ബുഖാരി തന്നെ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഞങ്ങളെ കൂട്ടത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന് വരാൻ ആഗ്രഹമുള്ള ആളുണ്ട്, പക്ഷേ ഇസ്ലാമികമായി പൂർണ്ണമായ ഔറത്ത് മറയുന്ന, പൂർണ്ണമായ ഹിജാബുള്ള വേഷം അവരുടെ കയ്യിലില്ല, വസ്ത്രമില്ല, ഉദാഹരണത്തിന് മഫ്തയില്ല, അതല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഇല്ല, അല്ലെങ്കിൽ സോക്സ് ഇല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ലൊട്ടിലൊടുക്ക് ന്യായം പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിതുൽബിസ്ഹാ സാഹിബതഹാ മിൻ ജിൽബാബിഹാ, അവൾ അവളുടെ കൂട്ടുകാരിയിൽ നിന്ന് വായ്പ വാങ്ങട്ടെ എന്നാണ്. അഥവാ ആ ദിവസം ആ ഈദ് നമസ്കാരം നഷ്ടപ്പെടുത്താത്ത വിധം ആ നമസ്കാരത്തിന് എത്തിച്ചേരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു സാമ്പത്തിക സുസ്ഥിതിയുള്ള ആളുകളൊക്കെ പെരുന്നാളിന് ഒരു പുതിയ വസ്ത്രം വാങ്ങും, അത് ധരിക്കും, അത് സ്വാഭാവികമാണ്. അതൊക്കെ ഒരു സുന്നത്താണ്, സംശയമില്ല. ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ പുതുവസ്ത്രം ധരിക്കുക. റസൂലുള്ള ഈദ് ഖുതുബ നടത്തുമ്പോൾ ചുവന്ന നിറമുള്ള വസ്ത്രമായിരുന്നു ധരിച്ചത് എന്ന് ഹദീസുകളിൽ കാണാം. അഥവാ പെരുന്നാൾ എന്നത്, ആ പെരുന്നാളിൻ്റെ ഒരു പൊലിവ്, അതിൻ്റെ ഒരു ആഘോഷം, ആനന്ദം, അതൊക്കെ വേഷങ്ങളിൽ അടക്കം പ്രകടിപ്പിക്കുക എന്നത് ഇസ്ലാമിൽ പ്രവാചക മാതൃകയുള്ള പ്രവർത്തനമാണ്. എന്നാൽ അതിൻ്റെ കൂടെ ഒരു കാര്യം മറക്കാതിരിക്കാം, ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവഴിച്ച് നമ്മൾ വാങ്ങുന്ന, മേടിച്ചു കൊടുക്കുന്ന വസ്ത്രം അത് നമ്മുടെ ഔറത്ത് മറയുന്നതാവണം. ആൺകുട്ടികളാണെങ്കിൽ ലോ വേസ്റ്റ് പാൻറ്റും ഇറക്കം കുറഞ്ഞ കുപ്പായവുമായി അവർ റുക്കൂ പോയാൽ, സുജൂദ് പോയാൽ, ഒരു സ്കൂട്ടറിന്റെ പിന്നിലിരുന്നാൽ അവരുടെ ശരീരത്തിന്റെ ഔറത്ത് പിന്നിലുള്ളവരെ കാണിക്കുന്ന രീതിയാണ്. അങ്ങനെ ശരീരത്തിൽ വസ്ത്രം ധരിച്ചിട്ടും ശരീരത്തിന്റെ ഈ വെറുപ്പുളവാക്കുന്ന ഭാഗങ്ങൾ അതിങ്ങനെ പ്രദർശിപ്പിക്കുന്ന സാഹചര്യം ആൺകുട്ടികൾ പ്രത്യേകം, പുരുഷന്മാർ പ്രത്യേകം ആ വിഷയം ശ്രദ്ധിക്കുക. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഉമ്മമാര്, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ ഒരു വേഷം അത് കൃത്യമായി ധരിക്കണം. അത് കറുപ്പ് ഡ്രസ്സ് തന്നെ ധരിക്കുക, പർദ്ദ തന്നെ ധരിക്കുക എന്നൊന്നും അല്ല. പക്ഷെ ഈ ഹിജാബിന്റെ നിയമങ്ങൾ പാലിക്കപ്പെടണം. മുഖവും മുൻകൈയും ഒഴികെയുള്ളത് മറക്കുക എന്നത് പ്രായപൂർത്തിയായ ഒരു മുസ്ലിം സ്ത്രീയുടെ ഒരു വേഷമാണ്. അത് പെരുന്നാളാണെങ്കിലും കല്യാണാണെങ്കിലും ടൂറാണെങ്കിലും ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് ആ രംഗത്ത് ഒരു സൂക്ഷ്മത, ഒരു ആദർശബോധം രക്ഷിതാക്കൾ കൃത്യമായി പാലിക്കുകയും മക്കളിൽ ആ ഒരു ചിന്തയും നിലപാടും ഉണ്ടാകുന്നതിനുള്ള പരിശ്രമങ്ങൾ കാണിക്കണം. അതല്ലാതെ കുട്ടികൾക്ക് അവരുടെ ഇസ്ലാമിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത വസ്ത്രം ധരിക്കാൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ ചെലവഴിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഒരു തിന്മക്കാണ് സാമ്പത്തിക സപ്പോർട്ട് നൽകുന്നത് എന്നത് ഗൗരവമായി തിരിച്ചറിയണം. ആ രംഗത്തൊക്കെ ഒരു മുസ്ലിം രക്ഷിതാവിൻ്റെ കൃത്യമായ ഒരു നിലപാടോടുകൂടി മുന്നോട്ട് പോകുവാൻ തീർച്ചയായും രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഈ കാലത്തിന്റെ പ്രശ്നം, പുതിയ ഫാഷൻ ട്രെൻഡുകൾ, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല തുടങ്ങിയ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഒരു നിലപാടും എടുക്കാത്ത സാഹചര്യം രക്ഷിതാക്കൾക്ക് ഭൂഷണമല്ല. മക്കൾ നമ്മുടെ അമാനത്താണ്, അള്ളാഹു പരിരക്ഷിക്കാൻ നമ്മളെ ഏൽപ്പിച്ചതാണ്. മക്കളില്ലാത്തതിന്റെ പേരിൽ ആളുകളെ അഭിമുഖീകരിക്കാൻ പോലും കഴിയാതെ മനോവിഷമങ്ങളിൽ കഴിയുന്ന സഹോദരിമാരുള്ള ഒരു സമൂഹത്തിൽ നമുക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളെ
അള്ളാഹു അനുശാസിച്ച രൂപത്തിൽ വളർത്തുക എന്നത് തീർച്ചയായും കുടുംബനാഥന്മാരുടെ, ഉമ്മമാരുടെ, ഉപ്പമാരുടെ ബാധ്യതയാണെന്ന് തിരിച്ചറിയുക. ഈ രംഗത്തെല്ലാമുള്ള ഇസ്ലാമിക നിലപാടുകൾ ഗൗരവമായി ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനോട് പ്രതിബദ്ധതയുള്ള, വിശുദ്ധ ഖുർആനിനോടും സുന്നത്തിനോടും കൂറുള്ള സ്വഹാബത്തിന്റെ നിലപാടുകളെ ജീവിതത്തിന്റെ നിലപാടുകളാക്കുന്നതിൽ ഇസ്സത്ത് പ്രകടിപ്പിക്കുന്ന മാതൃകാ യോഗികളായി ജീവിക്കുവാൻ നമുക്കോരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലതരം പരീക്ഷണങ്ങളും സംഘർഷങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഏവരുടെയും ജീവിതത്തിൽ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഓരോ ദിവസങ്ങൾ ആകസ്മികമായ അപകടങ്ങളുടെ, ദുരന്തങ്ങളുടെ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പരീക്ഷണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ആകസ്മിക ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ കാവലും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. ഭൗതിക ജീവിതത്തിലെ ഞങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, ഹലാലായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയുന്ന സന്തോഷകരമായ ജീവിതം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ദാമ്പത്യ ജീവിതങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, ജീവിതോപാധികളിൽ ഞങ്ങൾക്ക് നീ ഐശ്വര്യവും സമാധാനവും കൺകുളിർമയും ഇണക്കവും നൽകി അനുഗ്രഹിക്കണമേ. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പതിനായിരക്കണക്കിന് മുസ്ലിം സഹോദരന്മാർ പീഡിതരായി കഴിയുകയാണ്. ഫലസ്തീൻ അടക്കമുള്ള പ്രവിശ്യകളിൽ മുസ്ലിം സഹോദരി സഹോദരന്മാരുടെ ആർത്തനാദങ്ങളും നിലവിളികളുമാണ് ഉയരുന്നത്. അള്ളാഹുവേ, ഈ ഉമ്മത്തിന് ശാശ്വതമായ സമാധാനവും സന്തോഷവും നൽകി അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാൻ അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി